കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഐ.ടിയും ടൂറിസവും ഒന്നുമല്ല, അത് സ്വർണ്ണമാണ്. അതിൽ തന്നെ സ്വർണ്ണക്കടത്തിന് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ പറ്റിയാണ്. കേരളത്തിൻ്റെ സ്വർണ്ണക്കടത്ത് മാർക്കറ്റിൻ്റെ വലുപ്പം എത്രയാണ്, ഈ കടത്തുന്ന സ്വർണ്ണമൊക്കെ വിൽക്കുന്നത് ആർക്കാണ്, ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് കിട്ടുന്ന പണം എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പാരലൽ എക്കോണമി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ പല ബിസിനസ്സുകാരുമുണ്ട്. അപ്പോൾ 2022 കണക്ക് പ്രകാരം തന്നെ ഏകദേശം 750 കിലോ സ്വർണ്ണമാണ് കേരളത്തിൻ്റെ വിവിധ എയർപോർട്ടുകളിൽ നിന്നായിട്ട് പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ പോലീസ് പിടിച്ചെടുത്തത് 147 കിലോ ആണ്. അതുകൂടാതെ തന്നെ പോലീസും കസ്റ്റംസും ഉദ്യോഗസ്ഥരൊക്കെ പിടിച്ചെടുക്കുന്ന സ്വർണം റിപ്പോർട്ട് ചെയ്യാത്തതായിട്ടും ഒരുപാട് കേസുകൾ ഉണ്ടാവും. ഈ ഒരു പിടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ആകെ കടത്തുന്ന സ്വർണത്തിൻ്റെ 5% മാത്രമാണ് ഒരു വർഷം പിടിക്കുന്നത് എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 35,000-നും 45,000-നും കിലോയ്ക്ക് ഇടയ്ക്ക് സ്വർണ്ണമാണ് കേരളത്തിൽ ഒരു വർഷം വിവിധ എയർപോർട്ടുകൾ വഴി കടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40,000 കോടിക്കും 50,000 കോടിക്കും ഇടയിൽ വരും ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ വലിപ്പം ഊഹിച്ചു നോക്കാം. 40,000-45,000 കോടി എന്ന് പറയുമ്പോൾ അത്രയും വിലയുള്ള സ്വർണ്ണമാണ് ഇല്ലീഗലായിട്ട് കേരളത്തിലേക്ക് ഒരു വർഷം ഒഴുകുന്നത്. അപ്പോൾ ഈ പണമൊക്കെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. എന്തുകൊണ്ടാണ് കേരളം സ്വർണ്ണക്കടത്തിൻ്റെ പറുദീസയാകി മാറാനുള്ള കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ സ്വർണത്തിനുള്ള ഒരു ഡിമാൻഡാണ്. ഇന്ത്യയിൽ ആകെ വിറ്റഴിക്കുന്ന സ്വർണത്തിൻ്റെ 25% തൊട്ട് 30% വരെ വിറ്റഴിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ മുക്കും മൂലയിലും ജ്വല്ലറികൾ കാണാം. കേരളത്തിൽ നമ്മളൊരു ചെറിയ ടൗണിൽ പോയാൽ പോലും അവിടെ 1-2 സ്വർണ്ണക്കടകൾ കാണാൻ പറ്റും. ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും നമ്മൾക്ക് അത്തരം ഒരു പ്രതിഭാസം കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്വർണം എത്ര കടത്തിക്കൊണ്ട് വന്നാലും ഇവിടെ അത് വിറ്റഴിക്കാൻ പറ്റും എന്നുള്ളതാണ് കേരളം സ്വർണ്ണക്കടത്തിൻ്റെ പറുദീസയായി മാറാനുള്ള മെയിൻ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കേരളവും ഗൾഫ് കൺട്രീസുമായുള്ള കണക്ഷനാണ്. 1970-കളിൽ തുടങ്ങിയ ഒരു കണക്ഷനാണ് മലയാളികൾക്ക് ഗൾഫുമായിട്ടുള്ളത്. അപ്പോൾ ഈ കേരളത്തിലേക്ക് വരുന്ന സ്വർണത്തിൻ്റെ ഒരു 100% എന്ന് നമുക്ക് പറയാം വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന മലയാളികളിൽ തന്നെ പല ആൾക്കാരെയും ഈ സ്വർണ്ണക്കടത്തുകാർ കാരിയേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവർ നാട്ടിലേക്ക് ലീവിന് വരുമ്പോൾ അവരുടെ കയ്യിൽ സ്വർണം കൊടുത്തു വിടാറുണ്ട്. ആ ഒരു രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മലയാളികൾ ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഫ്രീക്വൻ്റായിട്ട് ഗൾഫിലേക്ക് ട്രാവൽ ചെയ്യുന്ന മലയാളികൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരും സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമാവാറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ സ്വർണം കടത്തുവാൻ വേണ്ടി മാത്രം ഗൾഫിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കാരണം. അപ്പോൾ ഇനി ഈ സ്വർണ്ണമൊക്കെ മേടിക്കുന്നത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മേടിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഇവിടെയുള്ള സ്വർണത്തിൻ്റെ മാനുഫാക്ചറേഴ്സും സ്വർണത്തിൻ്റെ ഹോൾസെയിലേഴ്സ് ജ്വല്ലറിക്കാർ അവരൊക്കെ ആയിരിക്കും ഈ സ്വർണം മേടിക്കുക. ഇതൊരു ബ്ലാക്ക് മാർക്കറ്റ് ഡീലായിട്ടായിരിക്കും നടക്കുക. പിന്നെ സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ള വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഹവാല പണമാണ്. ഹവാല പണമായിട്ടും സ്വർണ്ണക്കടത്ത് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൾഫിലുള്ള ഒരു ബിസിനസ്സുകാരന് 10 കോടി രൂപ ദുബായിൽ നിന്ന് നാട്ടിൽ എത്തിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ലീഗലായിട്ട് എത്തിക്കുകയാണെങ്കിൽ അതിന് പല ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ദുബായിലുള്ള ഒരു ഏജൻറ്റിനെ കാണും, അയാൾക്ക് 10 കോടി ദുബായിൽ കൈമാറും. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുകാരൻ 10 കോടി മൂല്യമുള്ള സ്വർണം കേരളത്തിലേക്ക് കടത്തും. എന്നിട്ട് ഇവിടുത്തെ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റതിന് ശേഷം ആ വരുന്ന എമൗണ്ട് ഈ ദുബായിലുള്ള ബിസിനസ്സുകാരൻ്റെ നാട്ടിൽ ഏൽപ്പിക്കും. അപ്പോൾ ഇയാൾക്ക് അവിടെ 10 കോടി കൊടുത്തു, അതിന് പകരം 10 കോടിയുടെ സ്വർണ്ണം ഇങ്ങോട്ട് കടത്തിയിട്ട് അത് ഇവിടെ വിറ്റ് അതിന് തുല്യമായ തുക ബിസിനസ്സുകാരന് നാട്ടിൽ കൊടുക്കും. എന്നിട്ട് ഈ സ്വർണ്ണക്കടത്തുകാരൻ ഏജൻറ്റ് അതിനൊരു കമ്മീഷൻ എടുക്കും. അങ്ങനെ ഹവാല പണമായിട്ടും സ്വർണ്ണക്കടത്തിനെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കടത്തിലെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം മേടിച്ചിട്ട് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ കൂടിയ വിലയ്ക്ക് വിൽക്കുക എന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ വരുന്ന ആ ഒരു വ്യത്യാസം അവർക്ക് ലാഭമായിട്ട് കിട്ടും. ഏകദേശം 1 കിലോ സ്വർണം ഗൾഫ് കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തി കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് ഏകദേശം 5 ലക്ഷം രൂപ വരെ ലാഭം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു വർഷം ഒരു 100 കിലോ കടത്താൻ പറ്റുകയാണെങ്കിൽ ആ കടത്തുന്ന ആൾക്ക് ഏകദേശം 4 കോടി തൊട്ട് 5 കോടി വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഒരുപാട് ആൾക്കാരെ സ്വർണം കടത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഒരു വർഷം കൊണ്ട് തന്നെ കുറേ ഒരു 100 കിലോയോ 200 കിലോ ഒക്കെ സ്വർണം കടത്തി കഴിഞ്ഞാൽ കോടീശ്വരനാകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്വർണം വിറ്റ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കാണ്. സ്വർണ്ണക്കടത്തിൽ നിന്ന് കിട്ടുന്ന പണമെല്ലാം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വ്യാപകമായിട്ട് പോകുന്നുണ്ട്. വേറൊരു മേഖല എന്ന് പറയുന്നത് സിനിമാ മേഖലയാണ്. സിനിമാ നിർമ്മാണത്തിലേക്കും സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള പണം വ്യാപകമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ, അങ്ങനെ പല ബിസിനസ്സുകളിലേക്കും സ്വർണ്ണക്കടത്തിൻ്റെ പൈസ എത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിലേക്കും സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള പണം എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള ഹവാല പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടിങ്ങൾക്ക് ആവശ്യമായ പണവും പുറത്തിൽ നിന്ന് സ്വർണ്ണക്കടത്തിലൂടെ ഹവാല പണമായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മെയിൻ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും സ്വർണം കടത്തിയിട്ടൊന്നും ഇവരൊന്നും പിടിക്കപ്പെടാത്ത, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം ആൾക്കാർ പിടിക്കപ്പെടുന്നത് എന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് തോന്നാം. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പാരലൽ എക്കോണമിയാണ്. ഇതിൽ സാധാരണ ജനങ്ങൾക്ക് മാത്രമാണ് ഒരു പങ്കില്ലാത്തത്. ഈ ഒരു പണം രാഷ്ട്രീയക്കാർക്കും കിട്ടേണ്ടത്, ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഉദ്യോഗ തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഒരു പങ്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് സ്വർണ്ണക്കടത്തിൽ അധികം ഒന്നും അറസ്റ്റുകൾ ഉണ്ടാകാത്തത്. പിന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള തർക്കം വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ പാർട്ടീസ് ഒറ്റ കൊടുക്കുമ്പോഴൊക്കെയാണ് കൂടുതലും പിടിക്കപ്പെടാറ്. അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെടലൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 2020 ജൂലൈയിൽ UAE കോൺസുലേറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നിന്ന് 30 കിലോ സ്വർണം പിടിക്കുകയുണ്ടായി. അപ്പോൾ അത് വലിയ വാർത്തയൊക്കെ ആയതാണ് ആ ഒരു ടൈമിൽ. പിന്നീട് ആ ഒരു അന്വേഷണം എങ്ങും എത്തിയില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം ഈ സ്വർണ്ണക്കടത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം വലുതാണെന്നും അതുപോലെ തന്നെ ഇതിൽ എത്ര പവർഫുൾ ആൾക്കാരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം? കേരളത്തിൽ സ്വർണ്ണക്കടത്ത് വ്യാപകമായിട്ടുണ്ട്, അതൊരു പാരലൽ എക്കോണമി ആയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞ കാര്യവുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും അതും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്